ഓക്കെ, ഇത് ഇങ്ങനെ കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇതിനൊരു ടേബിളാക്കി മാറ്റിയാൽ നമുക്ക് വളരെ എളുപ്പമായി മാറും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ടേബിൾ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഓരോ സാധനം കണ്ടുപിടിച്ച് പണ്ടാറടങ്ങും. ഓക്കെ, അപ്പോൾ രണ്ട് സാധനമാണ്. ഒന്ന് ഏതാണ്, സ്റ്റാൻഡേർഡിൻ്റെ, മറ്റേതാണ് ആക്ച്വലിൻ്റെ. ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിക്കുമ്പോൾ ടേബിളാക്കാൻ പോവാണ്. ഫസ്റ്റ് വൺ വായിക്കുക. സ്റ്റാൻഡേർഡ് ലേബർ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് 200 മീറ്റർ ഓഫ് ക്ലോത്ത്. അപ്പോൾ സ്റ്റാൻഡേർഡ് എത്ര മീറ്ററിനാണ്, 200 മീറ്ററിനാണ്. ഓക്കെ അല്ലേ? യെസ്. എത്ര വാസ് പ്രീ ഡിറ്റർമിൻഡ് 20 സ്കിൽഡ്. അപ്പോൾ ലേബറാണ്. ലേബർ ആരുണ്ട്, രണ്ട് കാറ്റഗറി ഉണ്ട്. ആരാ, സ്കിൽഡ് ഉണ്ട്, അൺസ്കിൽഡ് ഉണ്ട്. സ്കിൽഡിന് എത്രയാണ്, 30 അല്ലേ സ്റ്റാൻഡേർഡിൽ അല്ലേ? സ്കിൽഡ് ലേബർ ഹവേഴ്സ് എത്ര, 15 20 സോറി സ്കിൽഡ് ലേബർ 20 സ്കിൽഡ് ലേബർ ഹവേഴ്സ്. അപ്പോൾ 20 എന്താണ്, ഹവേഴ്സ്. പിന്നെ 15 എന്താണ്, റേറ്റ്. ഓക്കെ അല്ലേ? ഇവരുടെ റേറ്റ് എത്ര, ₹8 എത്ര വെച്ചാൽ 15. അങ്ങനെ എഴുതിയാൽ പോരെ. സ്കിൽഡിന് 15 റുപ്യാണ് സ്റ്റാൻഡേർഡ് കൊടുക്കുന്നത്. 20 മണിക്കൂർ വേണം. 200 മീറ്ററിൻ്റെ, നോട്ട് ദ പോയിന്റ്, എത്ര, 200 മീറ്ററിൻ്റെ. പിന്നെ അൺസ്കിൽഡാണ്. അൺസ്കിൽഡിൻ്റെ ₹10 ആണ്. എത്ര മണിക്കൂർ, എത്ര എണ്ണം, 30 അൺസ്കിൽഡ് ലേബേഴ്സാണ്. 30 മക്കളെ, 30 അൺസ്കിൽഡ് ലേബർ ഹവർ ആദ്യം തന്നു. പിന്നെ ലേബർ, ഓക്കെ, 2 ലേബർ പറഞ്ഞു. യെസ് നോ പ്രോബ്ലം. ഹവേഴ്സ് തന്നെ. എന്താ വെച്ചാലേ ചിലപ്പോൾ 20 എന്താവാം, എംപ്ലോയീസ് ആവാം, 30 എംപ്ലോയീസ് ആവും. ഇവിടെ അതല്ല, ഏതന്നെയാണ്, ഹവർ തന്നെ. രണ്ടാമത്തെ വെച്ചപ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ. ₹8 എത്ര മക്കളെ, 10 ആണ്. ഓക്കെ അല്ലേ? യെസ്. അടുത്തേതാണ്, ആക്ച്വലിൻ്റെ എത്രയാണ്, 300 മീറ്റർ ക്ലോത്ത് വാസ് പ്രൊഡ്യൂസ്ഡ് വിത്ത് എ ഹെൽപ്പ് ഓഫ് എത്ര, 30 സ്കിൽഡ് ലേബർ ഹവേഴ്സ്. ഓക്കെ അല്ലേ? 30 സ്കിൽഡ് ലേബർ ഹവേഴ്സ്. അപ്പോൾ ഇവിടെ സ്കിൽഡ് എത്ര, 30 ഹവേഴ്സ്, ₹8. അവരുടെ പൈസ എത്ര, 17. സോറി. അടുത്തേതാ, പറ മക്കളെ. 30 ആണെന്ത്, അൺസ്കിൽഡ് ഹവേഴ്സ്. എത്ര രൂപ അവർക്ക് കൊടുക്കുന്നത്, ₹12. ഓക്കെ അല്ലേ? കഴിഞ്ഞില്ല? എത്രയല്ലേ ഇൻഫർമേഷൻ ഉള്ളൂ. സിമ്പിൾസ് ആണ്. എത്തിയാ? എന്താ കാണാൻ പറഞ്ഞുള്ള ക്വസ്റ്റ്യനില്? അപ്പോൾ ക്വസ്റ്റ്യൻ ഇവിടെ ഞാൻ എഴുതുന്നുണ്ട് കേട്ടോ. ഏതാ, മിക്സ് വാരിയൻസ്. അപ്പോൾ ലേബർ മിക്സ് വാരിയൻസ് കാണാൻ എന്താ ഇക്വേഷൻ പറയടാ. മിക്സ് ആണ്. 4 - 3 അല്ലേ? അപ്പോൾ 3 ആദ്യം എഴുതുന്നു, കുഴപ്പമില്ലല്ലോ. പിന്നെ ഏത് എഴുതുന്നു, 4 എഴുതുന്നു. 3 എന്തായിരുന്നു, ആക്ച്വൽ ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. മറ്റേ റിവൈസ്ഡ് ആക്ച്വൽ ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. അപ്പോൾ എയുടെ അല്ലേ, എയുടെ ആക്ച്വൽ ഹവർ എത്രയാ, സോറി അല്ല സ്കിൽഡ് എയും ബി എഴുതി പോയി. സ്കിൽഡ് ലേബർ അല്ലേ എത്രയുള്ളത്, ആക്ച്വൽ 30 അവർ അല്ലേ? അല്ല മുത്തുമണികളെ, മാണിക്കക്കല്ലോളെ, ഇൻഡോ ഒരു കുഞ്ഞാൻ ഏത് കുഞ്ഞാൻ, നിൻ്റെ നാട് പാണ്ടിക്കാടാ? പാണ്ടിക്കാട് അല്ല, കുഞ്ഞാൻ. 30 സ്റ്റാൻഡേർഡ് റേറ്റ്, സ്കിൽഡിൻ്റെ സ്റ്റാൻഡേർഡ് റേറ്റ് 15 അല്ലേ? 30 × 15 എത്ര വരും? 450 അല്ലേ? ഓക്കെ. ദെൻ അടുത്തത് അൺസ്കിൽഡിൻ്റെ ആക്ച്വൽ അവർ എത്ര? അൺസ്കിൽഡിൻ്റെ 30 തന്നെ അല്ലേ? 30 × സ്റ്റാൻഡേർഡ് റേറ്റ് എത്ര അതിൻ്റെ? 10. ഓക്കെ, എത്ര വരും? 300 അല്ലേ? 300 രണ്ടും കൂടെ ടോട്ടൽ ചെയ്താൽ 700. സ്ഥലം ചേർത്താറിന് ഞാൻ ഇവിടെ കൊണ്ടിട്ട് എഴുതാണ് 750 കിട്ടി. സെറ്റ്. റിവൈസ്ഡ് ആക്ച്വൽ അവറിന് നമുക്ക് വർക്കിംഗ് നോട്ട് വേണ്ടി വരും അല്ലേ? വർക്കിംഗ് നോട്ട് നമ്പർ, വീഡിയോ കാണുന്നവർ തെറ്റിദ്ധരിക്കരുത്. ഇത് അവിടെ ഇവിടെയും കൊണ്ടുപോയിട്ടെല്ലാം എഴുതുക, താഴെ എഴുതാം. ഓക്കെ അല്ലേ? ചിലപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവനാവും. അപ്പോൾ പറയുന്നത് ഇതിവിടെ എഴുതണം, ഇതെവിടെ എഴുതണം, ഇവിടെ എഴുതണം.
ഇത് ഇങ്ങനെ എഴുതണം എന്നൊക്കെ. ഓക്കെ അല്ലേ? അത്ര പരാജയമാവോ? ഇല്ലല്ലോ. വർക്കിംഗ് നോട്ട് നമ്പർ ഏതാ? 1. എന്താ വേണ്ടത്? റിവൈസ്ഡ് ആക്ച്വൽ ഹവർ. അപ്പോൾ നമുക്ക് ആക്ച്വൽ ഹവർ എടുക്കാം. സ്കിൽഡിൻ്റെ 30, അൺസ്കിൽഡിൻ്റെ 30. അങ്ങനെ 30 + 30 = 60. ഇതിന് ഏത് റേഷ്യോയിലാക്കണം? ആക്ച്വൽ അവർ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ അവർ ഇൻ ഏതാണ്? ഇൻ സ്റ്റാൻഡേർഡ് മിക്സ്. സ്റ്റാൻഡേർഡ് മിക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20ഉം 30ഉം റേഷ്യോ ആക്കിയാൽ 2:3. അപ്പോൾ 60നെ 2:3 ആക്കിയാൽ എത്ര വരും മക്കളെ? 60 × 2/5 എത്ര വരും? 24. മറ്റേ 36. കൺഗ്രാജുലേഷൻസ്. അപ്പോൾ 24 ഇവിടെ, 36 ഇവിടെ. 24 × 15 എത്ര വരും മോളെ? 360. 36 × 10 ഞാൻ എഴുതിക്കോളാം, 360. രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 720 അല്ലേ? ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതാം 720. മക്കളെ ആൻസർ ആയില്ലേ? 750 720 പോയാൽ എത്ര കിട്ടും? 30 കിട്ടും. അതേതാ? അഡ്വേഴ്സ് ആണ്. ഉറപ്പല്ലേ? അങ്ങനെയല്ല, അപ്പോൾ ഞാൻ പറഞ്ഞേ തെറ്റി. 750 720 അല്ല. ഏതാ? 4 - 3 ആണ്. അപ്പോഴാണ് എന്ത് കിട്ടുള്ളൂ? മൈനസ് കിട്ടുള്ളൂ. വിച്ച് മീൻസ് ഇറ്റ് ഈസ് അഡ്വേഴ്സ്. ഓക്കെ അല്ലേ? ഫേവറബിൾ അല്ല, അഡ്വേഴ്സ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടാൽ എന്ത് ചെയ്യുക? ഇങ്ങനെ ചറപറ എടുക്കുന്ന സാധനത്തെ എന്ത് ചെയ്യുക? ഒരു ടേബിൾ ആക്കിയിട്ട് ആദ്യം മാറ്റുക. എന്ത് പറഞ്ഞിട്ട് എഴുതിയാൽ മതി? ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഡാറ്റ ഗിവൺ അല്ലെങ്കിൽ സമ്മറി ഓഫ് ക്വസ്റ്റ്യൻ. എന്താ പറയുക? സമ്മറി ഓഫ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അനാലിസിസ് ഓഫ് ക്വസ്റ്റ്യൻ. അങ്ങനെ എന്ത് പേരിലും നമുക്ക് എന്ത് ചെയ്യാം? അതിടാം. ഓക്കെ അല്ലേ? അങ്ങനെ ഇന്ന പേരൊന്നൊന്നുമില്ല.